ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കുമരകം ബേർഡ് സാഞ്ചുറിയിലാണ്. അന്തരീക്ഷം ആകെ മൂടി കിടക്കുകയാണ്. വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ ബൈക്കിന്റെ പുറകിൽ കാണുന്ന കെട്ടിടത്തിലാണ് പ്രവേശന ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചീവീടുകളുടെയും കിളികളുടെയും സൗണ്ടാണ്. ഈ ഇൻഫോം ബോർഡൊക്കെ വായിച്ചിട്ട് വേണം നമ്മൾ എവിടെയായാലും യാത്ര ചെയ്യാൻ. കോൺക്രീറ്റ് കല്ലുകൾ പാകിയ നടവഴികളാണിവിടെ. പാമ്പുകളെ പോലെ തോന്നിപ്പിക്കുന്ന കാട്ടുവള്ളികളാൽ സമൃദ്ധമാണിവിടെ. രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ പക്ഷി നിരീക്ഷണ മേഖലയാണ് കുമരകം പക്ഷി സങ്കേതം. ഏകദേശം 14 ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്നു ഈ പക്ഷി സങ്കേതം. പിന്നൊരു കാര്യം പറയാൻ മറന്നു. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വിദേശികൾക്ക് 250 സ്വദേശികൾക്ക് 100 രൂപയുമാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ടിക്കറ്റ് സെക്യൂരിറ്റിയെ മറക്കാതെ കാണിക്കണം കേട്ടോ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലാണ് പക്ഷികൾ കൂടുതലായി കണ്ടുവരുന്നത്. ഇവിടെ ബോട്ടിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. 1847 ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത്. അക്കാലത്ത് ബേക്കർ എസ്റ്റേറ്റ് എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. അകത്തേക്ക് പ്രവേശിക്കും തോറും ചീവീടുകളുടെ ശബ്ദം കൂടിക്കൂടി വരുന്നു. പച്ചപ്പിന്റെ നടുവിൽ നമുക്കൊരു സമാധാനത്തോടെ നടക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണിവിടെ. സന്ദർശകർക്ക് പ്രകൃതിയോട് അടുത്തിടപഴകാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പക്ഷികളെ അടുത്ത് നിരീക്ഷിക്കാനും ഇവിടെ സാധിക്കുന്നു. അങ്ങനെ ഈ പാലം കയറി വീണ്ടും നമ്മൾ നടപ്പാതയിലെത്തി. വേമ്പനാട്ട് കായലിന്റെ തൊട്ടടുത്താണ് കുമരകം ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 2 കിലോമീറ്റർ നടന്നാൽ തുരുത്തിന്റെ അറ്റത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഓഫീസ് ഉണ്ട്. ഈ കാണുന്ന മഞ്ഞപ്പാലം കടന്ന് കുറച്ചുകൂടി നടന്നാൽ മാത്രമേ നമുക്ക് വാച്ച് ടവറിന്റെ മുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. വഴികൾ കുറച്ച് ദുർഘടമാണ്, പക്ഷെ നമുക്ക് ലക്ഷ്യമല്ലേ പ്രധാനം. വാച്ച് ടവറിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ പക്ഷികളുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. അങ്ങനെ ഗോവണി കയറി വാച്ച് ടവറിന്റെ മേലിലേക്ക്. ചെല്ലുന്നതിന് മുമ്പ് തന്നെ 2 വിദേശികൾ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാച്ച് ടവറിലെ വ്യൂ. ദേശാടന കിളികളുടെ ഒരു സമ്മേളനം. പലതരത്തിലുള്ള പക്ഷികളുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തവയുമായ പല ഇനങ്ങൾ. ചില മാസങ്ങളിൽ മാത്രം കേരളത്തിൽ സന്ദർശിച്ച് മടങ്ങുന്നവയും ഉണ്ട്. കേൾക്കുന്ന ശബ്ദം നമ്മുടെ നാട്ടിൻ പുറത്ത് കാണപ്പെടുന്ന പ്രെഡേറ്റർ പക്ഷികളായ പരുന്തിൻ്റെയാണ് കേട്ടോ. അസിപ്രിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട പച്ചപിടിയൻ പക്ഷികളിൽ ഒന്നാണ് പരുന്തുകൾ. ഏകദേശം 60-ൽ പരം പക്ഷികൾ ഈ വർഗത്തിലുണ്ട്. ഇവയെ ലോകത്തിന്റെ മിക്കയിടങ്ങളിലും കണ്ടുവരുന്നു. പരുന്തിനെ ഭക്ഷിക്കുന്ന വേറെ മൃഗങ്ങളില്ലാത്തതിനാൽ ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും മുകളിലാണ് ഇവയുടെ സ്ഥാനം. ഇവയിലെ ചെറു പ്രധാനികളാണ് മീൻകൊത്തി അഥവാ പൊന്മാൻ. ജലാശയത്തോട് ചേർന്ന് ജീവിക്കുന്ന കുറാസിഫോം നിരയിൽ വരുന്ന ഒരു കൂട്ടം പക്ഷികളാണ് മീൻകൊത്തികൾ. ലോകത്തിൽ 90-ൽ പരം വ്യത്യസ്ത ഇനങ്ങളുണ്ടെങ്കിലും പ്രധാനമായും കേരളത്തിൽ 8 ഇനങ്ങളാണുള്ളത്. മീൻകൊത്തി ചാത്തൻ, ചെറിയ മീൻകൊത്തി, കാക്ക മീൻകൊത്തി, പുള്ളി മീൻകൊത്തി, കരിന്തലയൻ മീൻകൊത്തി, കുഞ്ഞൻ പൊന്മാൻ, പൊടിപ്പൊന്മാൻ, കായൽ പൊന്മാൻ എന്നിങ്ങനെ. പക്ഷികളെ അടുത്തറിയാനും അവയെ നിരീക്ഷിക്കാനും ഇത്രയേറെ സൗകര്യം ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പക്ഷികളെ കൂടാതെ പല വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു.
അണ്ണാൻ, ഉടുമ്പ്, കീരി, പലതരം പാമ്പുകൾ, മീനുകൾ, നീർനായ, ആമ എന്നിങ്ങനെ. ഇക്കൂട്ടത്തിൽ കൂടുതലും കാണപ്പെടുന്നത് ഇഗ്രറ്റ് എന്ന പക്ഷികളാണ്. നമ്മുടെ വയൽക്കൊക്കുകൾ നിറമുള്ള വെള്ള തൂവലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ശരീരം, ഏതാണ്ട് 1 മീറ്റർ വരെ വലിപ്പമുള്ള ഇവയ്ക്ക് വെളുത്ത ശരീരം, മഞ്ഞ ചുണ്ടുകളും ചാരനിറമാർന്ന കാലുകളുമാണുള്ളത്. പറക്കുമ്പോൾ ഇവയുടെ കഴുത്ത് എസ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണിവ. ഇക്കൂട്ടത്തിലെ ചന്തക്കാരികളാണ് പെലിക്കൻ പക്ഷികൾ. പക്ഷിവർഗത്തിലുള്ള പെലിക്കനുകൾ പറക്കുകയും നീന്തുകയും ചെയ്യും. നീണ്ട കൊക്കുകളും ഇര പിടിച്ച് വിഴുങ്ങുന്നതിന് മുൻപ് വെള്ളം വാർത്തി കളയുന്നതിന് ഉതകുന്ന കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ സഞ്ചികളും ഇവയുടെ പ്രത്യേകതയാണ്. പെലിക്കനുകൾ വളരെ വലിയ വേഗത്തിൽ പറന്നു വന്ന് ജലാശയത്തിൽ നിന്ന് മീൻ കൊത്തിപ്പിടിക്കും. ഇണ ചേരുന്ന സമയമാകുമ്പോൾ ഇവയുടെ ചുണ്ടുകളും സഞ്ചിയും മുഖത്തെ തൊലിയുമെല്ലാം നിറം കൂടി വരും. ഭൂമിയിൽ നിലവിലുള്ള 8 തരം പെലിക്കനുകൾ ഉണ്ട്. തുറന്ന സമുദ്രത്തിലും ദക്ഷിണ അമേരിക്കയിലെ ഉൾഭാഗങ്ങളിലും അന്റാർട്ടിക്കയിലും ഒഴിച്ച് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. കോട്ടയത്ത് നിന്നും ചേർത്തല, വൈക്കം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും ജലഗതാഗത മാർഗേനയും റോഡ് മാർഗേനയും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇക്കൂട്ടത്തിൽ നമ്മുടെ നീർക്കാക്കകളും ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. എല്ലാവരും ഹാപ്പിയല്ലേ?